സർക്കാർ ജോലികൾക്കുമൊക്കെ 10% സംവരണം ലഭിക്കുന്ന ഒരു സംവരണമാണ് EWS സംവരണം. EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കുടുംബം എന്താണ്? കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് നീറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷന് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട EWS സർട്ടിഫിക്കറ്റിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, സ്കൂളുകൾ തുറന്നു, SSLC +2 ഡിഗ്രി റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങി. EWS സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ വിളിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ. എന്താണ് EWS, എങ്ങനെയാണ് അതിന് അപേക്ഷ കൊടുക്കേണ്ടത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സംവരണ ഇതര വിഭാഗങ്ങളിലെ, അതായത് ഏതെങ്കിലും വിധത്തിൽ സംവരണം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി അഡ്മിഷനും, അതായത് +1 മുതലുള്ള അഡ്മിഷനുകൾക്കും സർക്കാർ ജോലികൾക്കുമൊക്കെ 10% സംവരണം ലഭിക്കുന്ന ഒരു സംവരണമാണ് EWS സംവരണം. അപ്പോൾ അതിന് നമ്മൾ മേടിക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് EWS സർട്ടിഫിക്കറ്റ്. കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന കേരളത്തിൻ്റേതായ സർട്ടിഫിക്കറ്റും, അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും നീറ്റ് പോലുള്ള എക്സാമുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമുകളൊക്കെ എഴുതുന്നതിന് തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ മേടിച്ചെടുക്കേണ്ടത്. EWS സർട്ടിഫിക്കറ്റിന് അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 2 മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനവും കുടുംബത്തിൻ്റെ ആകെ ഭൂസ്വത്വമാണ് കണക്കാക്കുക, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കുടുംബം. EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കുടുംബം എന്താണ്? അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക ആരാണോ അപേക്ഷിക്കുന്നത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ മാതാപിതാക്കളും അവരുടെ 18 വയസ്സിന് താഴെ പ്രായമുള്ള സിബ്ലിങ്സ്, സഹോദരങ്ങളുമാണ് ഒരു അപേക്ഷകനോ അപേക്ഷകയോ സംബന്ധിച്ച് കുടുംബം എന്ന നിർവചനത്തിനകത്ത് പെടുക. അവരുടെ ആ വീട്ടിലോ റേഷൻ കാർഡിൻ്റെ ഉള്ളിലോ വല്യപ്പനോ വല്യമ്മച്ചിയോ ഉണ്ടാവുകയോ അതോടൊപ്പം തന്നെ 18 വയസ്സിന് മേലെ പ്രായമുള്ള സിബ്ലിങ്സോ മറ്റാരെങ്കിലും ഒക്കെ കുടുംബത്തിലുണ്ടാവുകയോ ചെയ്താൽ അവരൊന്നും ഈ കുടുംബ നിർവചനത്തിനകത്ത് വരികയില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ് EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും അവരുടെ 18 വയസ്സിന് താഴെ പ്രായമുള്ള മക്കളും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് കുടുംബം. അപ്പോൾ അവരുടെ ഇൻകം കണക്കാക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിത പങ്കാളി, അവരുടെ 18 വയസ്സിന് താഴെയുള്ള മക്കൾ, അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഇൻകം, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അതാണ് ഒരു കുടുംബം. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത്, കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് നീറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷന് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട EWS സർട്ടിഫിക്കറ്റിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല, 8 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. 2, ഭൂസ്വത്ത് എന്ന് പറയപ്പെടുന്നത് ആകെ 5 ഏക്കറിൽ കവിയാൻ പാടില്ല, 5 ഏക്കറിൽ കൂടാൻ പാടില്ല. വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് 1000 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല, 1000 ചതുരശ്ര അടിയിൽ കൂടാൻ പാടില്ല. ഹൗസ് പ്ലോട്ട് സംബന്ധമായ ഒരു നിബന്ധനയുണ്ട്. അതിങ്ങനെയാണ്: മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ, നഗരസഭയിലും കോർപ്പറേഷനുകളും 100 ചതുരശ്ര യാർഡ് അല്ലെങ്കിൽ 2.05 സെൻറ്റിൽ കൂടാൻ പാടില്ല. അത് പഞ്ചായത്തുകളാണെങ്കിൽ 200 ചതുരശ്ര യാർഡ്, അതായത് 4.1 സെൻറ്റിൽ കൂടാൻ പാടില്ല. ഈ നിബന്ധനകളാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ളത്. ഇവിടെ ഈ ഹൗസ് പ്ലോട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം തർക്കങ്ങൾ ഉയരുകയും ആശങ്കകൾ ഉയരുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തന്ന ഇളവ് കേരള സർക്കാർ ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് മൂലം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കിയ ഉത്തരവ് മൂലം ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. അതായത് വീടിൻ്റെ പ്ലിന്ത് ഏരിയ, അതിൻ്റെ 4 സൈഡിൽ വിടേണ്ട സെറ്റ് ബാക്ക് ഏരിയ, ഈ സെറ്റ് ബാക്ക് ഏരിയ അടക്കം, അതായത് ഫ്രണ്ടിൽ 3 മീറ്റർ, 2 സൈഡിൽ ഓരോ മീറ്റർ, ബാക്കിൽ 1.5 മീറ്റർ, അതടക്കം
പഞ്ചായത്തുകളിൽ 4.1 സെൻറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ ബാക്കി സ്ഥലം കൃഷി സ്ഥലമായിട്ട് പരിഗണിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞതും കോടതി നിർദ്ദേശിച്ചതും അത് കേരള സർക്കാർ വിജ്ഞാപനത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ വീടും അതിൻ്റെ ഈ പറയുന്ന പ്ലിന്ത് ഏരിയയും സെറ്റ് ബാക്ക് ഏരിയയും അടക്കം 2.05 സെൻറ്റിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് എലിജിബിളാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് കേരള സർക്കാരിൻ്റെ മാനദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അകത്തുള്ള അഡ്മിഷനും ജോലിക്കൊക്കെ വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ PSC മുകളിൽ ജോലിക്കും കേരളത്തിൻ്റെ ഉള്ളിലുള്ള അഡ്മിഷനൊക്കെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഭൂസ്വത്ത് പഞ്ചായത്തുകളിൽ 2.5 ഏക്കർ കവിയരുത്, മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റിൽ കവിയരുത്, കോർപ്പറേഷനിൽ 50 സെൻറ്റിൽ കവിയരുത്. 3 സ്ഥലത്തും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും സ്ഥലമുള്ള വ്യക്തികളാണെങ്കിൽ ഈ 3 സ്ഥലങ്ങളും കൂടെ ഒരു കാരണവശാലും 2.5 ഏക്കർ കവിയാനും പാടില്ല. ഇത് ഭൂസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഒരു നിബന്ധന. ഇനി രണ്ടാമത്തെ, വീട് ഫ്ലാറ്റ് സംബന്ധിച്ച നിബന്ധന കേരളത്തിൽ ബാധകമല്ല. കേരള സംസ്ഥാനത്ത് ഒരു മാനദണ്ഡവുമില്ല, അത് ബാധകമല്ല. ഹൗസ് പ്ലോട്ട് സംബന്ധിച്ചിട്ട് ഒരു നിബന്ധനയുണ്ട്, അത് പഞ്ചായത്തുകൾക്ക് ബാധകമല്ല. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ 20 സെൻറ്റ് കൂടുതലോ കോർപ്പറേഷനുകളിൽ 15 സെൻറ്റ് കൂടുതലോ പാടില്ല. മുനിസിപ്പാലിറ്റിയിൽ 20 സെൻറ്റ്, കോർപ്പറേഷന് 15 സെൻറ്റ് കൂടാൻ പാടില്ല ഹൗസ് പ്ലോട്ടുകൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വെച്ചിട്ട് ആണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ചിട്ട് നിങ്ങൾ അർഹരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുകയും ഏതെങ്കിലും വിധത്തിൽ അപേക്ഷ നിരസിക്കുകയോ അപേക്ഷ ഇനി തള്ളിക്കളയാതെ പിടിച്ചു വെക്കുകയോ അപേക്ഷ സ്വീകരിക്കാൻ പോലും മടി കാണിക്കുകയോ ചെയ്താൽ നമുക്കതിനുള്ള അപ്പീലിനൊരു പ്രൊവിഷനുണ്ട്. നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഒരു കമ്മീഷൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്, KCBCFC എന്ന് പറയപ്പെടുന്ന ഒരു കമ്മീഷൻ നിലവിലുണ്ട്. ആ കമ്മീഷനിലേക്ക് നമ്മളൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ ആ കമ്മീഷൻ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും നമുക്ക് ഈ കാര്യത്തിൽ നീതി നടത്തി തരികയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ EWS വിഷയങ്ങളിൽ നമ്മൾ അല്പം ജാഗ്രതയോടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും EWS സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. പ്രത്യേകിച്ചും 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ സയൻസൊക്കെ എടുത്ത് അല്ലെങ്കിൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ട്രേഡുകളിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളെ EWS സർട്ടിഫിക്കറ്റിന് അർഹരാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ കാര്യത്തിൽ സംശയ നിവാരണത്തിനൊക്കെ നമ്മൾ റെഡിയാണ്. ഇതിൻ്റെ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കണം എന്ന കാര്യം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.